Hello all, welcome to Daily News Analysis by Pathways Academy. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ക്വാണ്ടം എഞ്ചിൻ, ഇന്ത്യ UK 2+2 ഡയലോഗ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ആൻഡ് ദ ഇന്ത്യൻ ഹിമാലയാസ്, ജഡേരി നാമക്കട്ടി GI ടാഗ് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, കേസ് സ്റ്റഡി ഓഫ് ബംഗളൂരു, പാലിയേറ്റീവ് കെയർ ഇൻ ഇന്ത്യ, സ്പീഷീസ് ഇൻ ന്യൂസ് ആയിട്ട് നമ്മൾ തിലാപ്പിയ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് സീനായ് പെനിൻസുല. നമുക്ക് വൺ ബൈ വൺ ഓരോന്നിലേക്ക് പോവാം. ഫസ്റ്റ് ന്യൂസ് ക്വാണ്ടം എഞ്ചിൻ. ഇത് 2-3 ദിവസം മുമ്പ് ദ ഹിന്ദുവിൻ്റെ അകത്ത് വന്നിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അപ്പം ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകണ്ട. ന്യൂ ക്വാണ്ടം എഞ്ചിൻ ഡസ് വർക്ക് ബൈ ഫ്ലിപ്പിംഗ് ദ ഐഡന്റിറ്റി ഓഫ് ആറ്റംസ്. The basic principle is that at a given temperature, a system of fermions will have more energy than a system of bosons. അപ്പോൾ ഇത് ജർമ്മനിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫിസിസിസ്റ്റ് ഇങ്ങനെ ഒരു ക്വാണ്ടം എഞ്ചിന്റെ വർക്കിംഗ് ഫീസിബിലിറ്റിയെ പറ്റി ഒരു സ്റ്റഡി നടത്തുന്നു. അതാണ് ന്യൂസിൽ വന്നത്. അതിന് ഒരുപാട് പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്, പക്ഷേ അതിന് ഒരുപാട് പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അപ്പൊ ജസ്റ്റ് എന്താണെന്ന് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. നമുക്കറിയാം ക്ലാസിക്കൽ എഞ്ചിൻസ് കൺവേർട്ട് ഹീറ്റ് ഇൻ ടു വർക്ക്. For example, the internal combustion engine in a car uses the heat released by the combustion of petrol or diesel to push a piston. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഹീറ്റ് എഞ്ചിൻ എന്നൊക്കെ കേട്ടിരിക്കാം, കാർനോട്ട് സൈക്കിൾ എന്നൊക്കെ കേട്ടിരിക്കാം, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കാം. പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ഇൻ ജനറൽ ഒരു ഹീറ്റ് എഞ്ചിന്റെ വർക്കിംഗ് മെക്കാനിസം. കാർനോട്ട് സൈക്കിൾ ഇതെന്താണെന്നൊന്നും അറിയണ്ട, ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇൻ ജനറൽ നമ്മുടെ വണ്ടിക്കകത്തുള്ള ഓട്ടോമൊബൈൽസിൻ്റെ അകത്തൊക്കെ ഉള്ള ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ്, പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ഇൻ ജനറൽ എനി ഹീറ്റ് എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റിനെയാണ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പല പല പ്രോസസ്സുകളുണ്ട്. ഈ അതിൻ്റെ പ്രഷർ വേഴ്സസ് വോളിയം ഡയഗ്രത്തിൽ നമ്മൾ കാണുന്ന 4 പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിസിസിസ്റ്റ് ഇൻ ജർമ്മനി ഹാവ് കം അപ്പ് വിത്ത് എ വേ ടു കൺവേർട്ട് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2 ക്വാണ്ടം സ്റ്റേറ്റ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇൻ ടു വർക്ക്. ദ ഡിവൈസ് അഡാപ്റ്റ്സ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഫെമിലിയർ ക്ലാസിക്കൽ എഞ്ചിൻ ടു ദ സബാറ്റോമിക് റിലം, ഗിവിംഗ് ഫിസിസിസ്റ്റ് എ വേ ടു സ്റ്റഡി ദ nascent field of quantum thermodynamics in more detail as well as possibly build better quantum computers. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിയുണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് ആ പരിധിയൊന്നും ഇല്ല. അപ്പോൾ ലിമിറ്റ്സ് ഓഫ് ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിനൊക്കെ ഓവർകം ചെയ്യാൻ ഇതിന്റെ ആപ്ലിക്കേഷൻസിന് ഒരു പക്ഷെ പറ്റും. അതാണ് നമ്മൾ ഇതിന്റെ ഒരു ന്യൂസ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഇമ്പോർട്ടൻസ്. അപ്പോൾ ബേസിക്കലി ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള, നമ്മൾ ഇവിടെ PV ഡയഗ്രാം വരച്ചതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ജസ്റ്റ് പ്രോസസ്. അപ്പോൾ അവിടെ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ക്വാണ്ടം സ്റ്റേറ്റുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് അവിടെ വർക്കായിട്ട് അവിടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സാധാരണ നമ്മുടെ ക്ലാസിക്കൽ ഹീറ്റ് എഞ്ചിൻസിൽ ആ ഹീറ്റ് വർക്ക് ആവുന്നത് പോലെ ഇവിടെ ആ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാണ്ടം സ്റ്റേറ്റ്സ്. അപ്പോൾ അത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2 ക്വാണ്ടം സ്റ്റേറ്റ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഞ്ചിനെയാണ് അവർ ക്വാണ്ടം എഞ്ചിൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അവരതിനെ വിളിക്കുന്നതാണ് പോളി എഞ്ചിൻ. സോ ക്വാണ്ടം എഞ്ചിൻ ഓർ പോളി എഞ്ചിൻ can convert the energy difference between 2 quantum states of a group of atoms into work. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. allows exploration in quantum thermodynamics, classical thermodynamics, quantum thermodynamics, അതിന്റെ ക്വാണ്ടം ഫീൽഡ് ആണ് ക്വാണ്ടം തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി, വർക്ക്, ആ റിലേഷൻ, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് തെർമോഡൈനാമിക്സ്. പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് ഇൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ജസ്റ്റ് ക്വാണ്ടം എഞ്ചിൻ എന്ന് പറയുന്ന ഒരു എഞ്ചിൻ, അതിന്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ് അതിൽ സയന്റിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2 ക്വാണ്ടം സ്റ്റേറ്റ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അനലോഗസ് ടു ക്ലാസിക്കൽ ഹീറ്റ് എഞ്ചിൻസ്. അത്രമാത്രം അതിൻ്റെ അകത്ത് ഓർത്തിരിക്കുക. പിന്നെ അതിന്റെ ജസ്റ്റ് ഒന്ന് വർക്കിംഗ് ടു ക്രിയേറ്റ് ദ ക്വാണ്ടം എഞ്ചിൻ, റിസർച്ചേഴ്സ് കൂൾഡ് എ ഗ്യാസ് ഓഫ് ലിഥിയം 6 ആറ്റംസ് ടു നിയർ അബ്സലൂട്ട് 0 ടെമ്പറേച്ചർ ആൻഡ് മാനിപ്പുലേറ്റഡ് ദം യൂസിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കോസിംഗ് ഫെർമിയോൺസ് ടു ബിഹേവ് ലൈക്ക് ബോസോൺസ്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഫെർമിയോൺസ് എന്താണ്, ബോസോൺസ് എന്താണ് എന്നൊക്കെ കേട്ടിട്ട് കാണും. അപ്പോൾ ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞ് ജസ്റ്റ് ഫെർമിയോൺസ് എന്താണ്, ബോസോൺസ് എന്താണെന്ന് പറയാം.
First, the atoms collected in the trap are compressed and kept in a bosonic state. Second, the strength of the magnetic field applied on the atoms is increased by a small amount. Interaction between the atoms and the field cause the former to slip into a fermionic state. They are forced to move out of the lowest energy level and progressively occupy higher energy levels. Third, the compression applied in the first step is eased. Fourth, the magnetic field strength is reduced to its original value. ഈ പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ സ്കീമാറ്റിക് ഡയഗ്രാം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 4 സ്റ്റെപ്പ് സൈക്കിൾ ഓഫ് ദ ക്വാണ്ടം എഞ്ചിൻ. അപ്പോൾ ബേസിക്കലി രണ്ട് ഫെർമിയോൺസിന്റെയും ബോസോൺസിന്റെ എനർജി ഡിഫറൻസ് ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ സിസ്റ്റം ഓഫ് ഫെർമിയോൺസ് വിൽ ഹാവ് എ മോർ എനർജി ദാൻ എ സിസ്റ്റം ഓഫ് ബോസോൺസ്. അപ്പോൾ നിങ്ങൾ ഫെർമിയോൺസ് ബോസോൺസ് ഒക്കെ എന്താണ് എന്ന് കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ബോസോൺസ് എന്നൊക്കെ പറഞ്ഞാൽ all particles in the entire universe, all particles in the entire universe can be classified into fermions and bosons. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ പകുതി ഫെർമിയോൺസ് പകുതി ബോസോൺസ് ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ എൻറ്റയർ യൂണിവേഴ്സ് ആർ നെയിംഡ് ആഫ്റ്റർ ആൻ ഇന്ത്യൻ. പ്രപഞ്ചത്തിലുള്ള ആകെ കണികകളുടെ പകുതിയും ഒരു ഇന്ത്യക്കാരന്റെ പേരിലാണ് അറിയപ്പെടുന്നത്, ബോസോൺസ്. അപ്പോൾ എസ് എൻ ബോസ്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ബേസിക്കലി എല്ലാ സബാറ്റോമിക് പാർട്ടിക്കിൾസിനെയും നമുക്ക് ഫെർമിയോൺസ് എന്നും ബോസോൺസ് എന്നും തരംതിരിക്കാം. അതിന് അത് ഏത് മെക്കാനിസം ആണ് ഒബേ ചെയ്യുന്നത് എന്നൊക്കെ അനുസരിച്ചാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പോകണ്ട. ഇപ്പം ഫെർമിയോൺസ് ഉണ്ട്, ബോസോൺസ് ഉണ്ട്. അതായത് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നതിന് ഫെർമിയോൺസ് എന്നും ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നതിന് ബോസോൺസ് എന്നും അങ്ങനെയൊക്കെ വിളിക്കുന്നു. അതിന്റെ സ്പിന്നില്ലാത്ത കാര്യങ്ങളുണ്ട്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് അതിനെ തരംതിരിക്കുന്നത്. അപ്പൊ ബേസിക്കലി എല്ലാ സബാറ്റോമിക് പാർട്ടിക്കിൾസിനെയും ഫെർമിയോൺസ് ആയിട്ടും ബോസോൺസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അത്ര അറിഞ്ഞിരിക്കുക. ബോസോൺസിന് ആ പേര് വന്നത് എസ് എൻ ബോസ്. നിങ്ങൾ ഒരുപക്ഷെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഒക്കെ പഠിച്ചിട്ട് കാണും. ഹിഗ്സ് ബോസോൺ, ദൈവകണം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ, ഗോഡ് പാർട്ടിക്കിൾ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഒരുപക്ഷെ പഠിച്ചിട്ട് കാണും. അപ്പോൾ ഫെർമിയോൺസും ബോസോൺസും ആയിട്ട് നമുക്ക് എല്ലാ എലമെന്ററി പാർട്ടിക്കിൾസിനെയും തരംതിരിക്കാം. ഫെർമിയോൺസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ ആൻഡ് ബോസോൺസ് ആർ പാർട്ടിക്കിൾസ് ദാറ്റ് ക്യാരി ദ ഫോഴ്സസ് ആക്ടിങ് ബിറ്റ്വീൻ ദം. ജസ്റ്റ് ഒന്ന് ഇത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. എല്ലാ പാർട്ടിക്കിൾസിനെയും എല്ലാ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെയും നമുക്ക് ഫെർമിയോൺസും ബോസോൺസും ആയിട്ട് തരംതിരിക്കാം. അത് ഒബേ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിസവും പ്രിൻസിപ്പിൾസും ഒക്കെ വെച്ചിട്ടാണ് അത് തരംതിരിക്കുന്നത്. ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നതിന് ഫെർമിയോൺസ് എന്നും ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നതിനെ ബോസോൺസ് എന്നും വിളിക്കും. അപ്പം അത്ര മാത്രം ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് എല്ലാ സാധനങ്ങളെയും അതിൻ്റെ അകത്ത് ഈ രണ്ട് കാറ്റഗറിയിലായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസിനൊന്നും വേണ്ട. ക്വാർക്സ്, ആന്റി ക്വാർക്സ്, ലെപ്റ്റോൺസ്, ഗേജ് ബോസോൺസ്, സ്കെയിലാർ ബോസോൺസ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളെയും നമുക്ക് ഫെർമിയോൺസും ബോസോൺസും ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അത്രയും ഓർത്തിരിക്കുക. ഇതിൻ്റെ അകത്ത് തന്നെ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എ സിസ്റ്റം ഓഫ് ഫെർമിയോൺസ് വിൽ ഹാവ് മോർ എനർജി ദാൻ എ സിസ്റ്റം ഓഫ് ബോസോൺസ്. അതാണ് അതിൻ്റെ അകത്തെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ all subatomic particles can be classified as either fermions or bosons. Fermions are the building blocks of matter and bosons are particles that carry the forces acting between them. എസ് എൻ ബോസ്, നാഷണൽ സെന്റർ ഫോർ ബേസിക് സയൻസസ്, കൊൽക്കട്ടയിലുള്ളതാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരന്റെ പേരിലാണ് പ്രപഞ്ചത്തിലെ ആകെയുള്ള കണികകളുടെ പകുതിയും അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് ജസ്റ്റ് ക്വാണ്ടം എഞ്ചിൻ. ക്ലാസിക്കൽ എഞ്ചിന്റെ ഒരു ക്വാണ്ടം അനലോഗാണ്. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആ രണ്ട് എനർജി സ്റ്റേറ്റുകൾ തമ്മിലുള്ള രണ്ട് ക്വാണ്ടം സ്റ്റേറ്റുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഇതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്? ക്വാണ്ടം കമ്പ്യൂട്ടിങ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നിയർ അബ്സലൂട്ട് സീറോ ടെമ്പറേച്ചറിലാണ് ഇത് പ്രോസസ്സ് നടന്നത്, എക്സ്പെരിമെന്റ് നടന്നത്. നിയർ അബ്സലൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അബ്സലൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത്രയും താഴോട്ട് പോയി. ഇപ്പോഴും അത് തിയറട്ടിക്കൽ കൺസെപ്റ്റ് ആണ്. റൂം ടെമ്പറേച്ചറിലോട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നറിഞ്ഞിരിക്കുക. ഇപ്പൊ എല്ലാ സാധനങ്ങളെയും ഫെർമിയോൺസ് ആയിട്ടും ബോസോൺസ് ആയിട്ടും എല്ലാ സബാറ്റോമിക് പാർട്ടിക്കിൾസിലെയും ഫെർമിയോൺസ് ആയിട്ടും ബോസോൺസ് ആയിട്ടും തരംതിരിക്കാമെന്നും പറഞ്ഞിരിക്കുക. അതിൻ്റെ അകത്ത് തന്നെ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഫെർമിയോൺസിനാണ് കൂടുതൽ എനർജി. അതാണ് ഇവിടെ ആ പ്രിൻസിപ്പിളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും നമ്മുടെ ബോസോൺസിനെ
പേരിട്ടിരിക്കുന്നത് തന്നെ SN ബോസ്, നമ്മുടെ SN ബോസിന്റെ ഡിസ്കവറീസ് ഒക്കെ കമമറേറ്റ് ചെയ്തിട്ടാണ്. ഹിഗ്സ് ബോസോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫെർമിയോൺസ് ഉണ്ട്, ബോസോൺസ് ഉണ്ട്. ബോസോൺസ് ആർ നെയിംഡ് ആഫ്റ്റർ SN ബോസ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫെർമിയോൺസിന്റെ ബോസോൺസിന്റെ തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അത്രമാത്രം ഓർത്തിരിക്കുക. ഇനിയും അടുത്തത് ഇന്ത്യ UK 2+2 ഡയലോഗ്. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ന്യൂസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല 2+2 ഡയലോഗുകൾ, ഇന്ത്യ US 2+2 ഡയലോഗ്, ഇന്ത്യ റഷ്യ 2+2 ഡയലോഗ്, അങ്ങനെ പല 2+2 ഡയലോഗുകളെ പറ്റി കേട്ടിട്ട് കാണും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ന്യൂസിൽ ഇന്ത്യ UK 2+2 ഡയലോഗ്, ദ ഹിന്ദുവിൻ്റെ അകത്ത് വന്നിരുന്നു. ഇന്ത്യ ആൻഡ് UK ഡിസ്കസ് ഇൻഡോ പസഫിക് ആൻഡ് ട്രേഡ്. ഇൻഡോ പസഫിക് ഒക്കെ അതിനൊരു ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ ഉള്ളതാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. റീഅഫർമിംഗ് മ്യൂച്വൽ കമ്മിറ്റ്മെന്റ് ടു മാരിടൈം ഫ്രീഡം, ഇന്ത്യ ആൻഡ് the UK on Monday discussed the situation in the Indo-Pacific region. The discussion held here during the inaugural 2+2 foreign and defense dialogue. The two sides also discussed the possibilities for further collaboration in trade, investment, defense, critical and emerging technologies, civil aviation, health, energy and strengthening people's connect, airlines said. അപ്പോൾ ജസ്റ്റ് വാട്ട് ആർ 2+2 ടോക്സ്? ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, മിനിസ്റ്റീരിയൽ ലെവലിലുള്ള ടോക്കിനെ ഡിസ്കഷനൊക്കെയാണ് നമ്മൾ 2+2 ടോക്സ് എന്ന് സാധാരണഗതിയിൽ പറയുന്നത്. ഇപ്പം US ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പ്ലസ് ഫോറിൻ മിനിസ്റ്റർ ആകാം, അല്ലെങ്കിൽ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, ഹയർ ഒഫീഷ്യൽസ് ആണ് അവിടെ ടോക്ക് നടത്തുന്നത്. അപ്പൊ അതിനാണ് ജസ്റ്റ് ഒരു 2+2 ടോക്ക്. ഇന്റർനാഷണൽ റിലേഷൻസിലൊക്കെ ഇപ്പോൾ ഉള്ളതാണ്. വാട്ട് ആർ 2+2 ടോക്സ്? The 2+2 dialogue is a format of the meeting of the foreign and defense ministers of India and its allies on strategic and security issues. ഈ പർട്ടിക്കുലർ കേസിൽ നമ്മുടെ ഹയർ ഒഫീഷ്യൽസ് ആണ്, മിനിസ്റ്റേഴ്സ് സച്ച് അല്ലായിരുന്നു. മിനിസ്റ്റേഴ്സ് ഓർ ഹയർ ഒഫീഷ്യൽസ് എന്ന് ഓർത്തിരിക്കുക. ഇൻ ജനറൽ significance, a 2+2 ministerial dialogue enables the partners to better understand and appreciate each other's strategic concerns and sensitivities, taking into account political factors on both sides in order to build a stronger, more integrated strategic relationship in a rapidly changing global environment. അപ്പോൾ ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷന് പകരം സ്പെസിഫിക് ആയിട്ട് ഫോറിൻ ആൻഡ് ഡിഫൻസ് ഡയലോഗുകളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും തമ്മിലുള്ള ബൈലാറ്ററൽ ആയിട്ടുള്ള നീഡ്സും കോമൺ കൺസേൺസും ഒക്കെ കൂടുതലും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇന്ത്യ UK ഫസ്റ്റ് ഇനാഗ്രൽ 2+2 ഡയലോഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇന്ത്യ UK 2+2 ഡയലോഗാണ്. ഇതിന് മുമ്പ് നമുക്ക് US ആയിട്ടുണ്ടായിരുന്നു, റഷ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പം US ആയിട്ടുള്ള 2+2 ഡയലോഗിന്റെ ഭാഗമായിട്ട് നമുക്ക് വന്നതാണ് ബെക്ക, ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോർപ്പറേഷൻ എഗ്രിമെന്റ് ഒക്കെ. നിങ്ങൾ ഇത് ഫ്രീക്വന്റ്ലി ന്യൂസിൽ വരുന്നതാണ് ഈ 2+2 ഡയലോഗ്. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഔട്ട്കംസ് ഓഫ് 2+2 ഡയലോഗ്സ് ഓവർ ദി ഇയേഴ്സ്, the strategic bilateral relationship with its partners, including the dialogues held in the 2+2 format, have produced tangible and far-reaching results for India. India and the US have signed a troika of foundational pacts for deep military cooperation, beginning with the Logistics Exchange Memorandum of Agreement, LEMOA, in 2016, followed by the Communications Compatibility and Security Agreement, COMCASA, after the first 2+2 dialogue in 2018, and then the Basic Exchange and Cooperation Agreement 2020. നമ്മൾ ഇത് US ഇന്ത്യ മിലിറ്ററി പാക്റ്റുകളൊക്കെ ആയിരുന്നു, നമ്മുടെ ഒരു മിലിറ്ററി ഇന്റലിജൻസ് ഷെയറിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ ട്രീറ്റീസ് ഒക്കെ ആയിരുന്നു, ഒരു പാക്റ്റുകളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ബെക്കാണ് 2020 ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോപ്പറേഷൻ എഗ്രിമെന്റ്. അപ്പൊ അതിന് മുമ്പും അതൊക്കെ വന്നത് ഈ പറഞ്ഞ പോലെ ഒരു 2+2 ഡയലോഗിന്റെ ഔട്ട്കം ആയിട്ടാണ്. അപ്പോൾ ഇപ്പം ഇന്ത്യ UK 2+2 ഡയലോഗ് അതിന്റെ ഇനാഗ്രൽ സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ബൈലാറ്ററൽ കോപ്പറേഷനിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2+2 ഡയലോഗ്സ് വിത്ത് റഷ്യ, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. നമുക്കറിയാം ക്വാഡിലെ ബാക്കി 3 പേരുമായിട്ടും ക്വാഡിലുള്ള US, ഓസ്ട്രേലിയ, ജപ്പാൻ, അതിനു പുറമെ റഷ്യ, ഇപ്പോൾ UK യുമായിട്ട് ആണ് ഇന്ത്യ ഇപ്പോൾ നിലവിൽ 2+2 ഡയലോഗ്സ് കണ്ടക്ട് ചെയ്യുന്ന കൺട്രീസ്. ഇനി EIA ആൻഡ് ഇന്ത്യൻ ഹിമാലയാസ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. ഇത് എന്തുകൊണ്ട്, ഇത് നല്ലൊരു ആർട്ടിക്കിളാണ്. നിങ്ങൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും വായിക്കണം.
അപ്പോൾ എന്തുകൊണ്ട് ഇത് ന്യൂസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈയിടെ സിക്കിമിൽ ഉണ്ടായ ഒരു കറ്റാസ്ട്രോഫി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. അതുപോലെ തന്നെ ഇൻ ജനറൽ ഹിമാലയൻ റീജിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫ്ലാഷ് ഫ്ലഡുകൾ, ലാൻഡ് സ്ലൈഡുകൾ അതൊക്കെ എപ്പോഴും നടക്കാം. ഇപ്പം ഈയിടയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ സിക്കിമിലുണ്ടായ നിങ്ങൾക്കറിയാം ഒരു ആർമി ക്യാമ്പിലൊക്കെ ഒരു പെട്ടെന്നൊരു ഫ്ലഡിങ് പോലത്തെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പിലാണ് ഈ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഇതെന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയേണ്ടത് എന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ആൻഡ് ഇന്ത്യൻ ഹിമാലയാസിന് ഒരു പെക്യുലാരിറ്റി ഉണ്ട്. ഹിമാലയാസ് അത് ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ്. അപ്പം മൗണ്ടൻ ടെറൈൻ ആണ്. അപ്പോൾ അവിടെ എൻവയോൺമെന്റൽ അല്ലെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റൽ പ്രൊജക്ട്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് എൻവയോൺമെന്റിന് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പോസിബിൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇൻ റെസ്പോൺസ് ടു ദിസ് നമുക്ക് അവിടെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ലാൻഡ് സ്ലൈഡ്, ഫ്ലാഷ് ഫ്ലഡ്, ക്ലൗഡ് ഔട്ട് ബേസ്റ്റ്, മേഘവിസ്ഫോടനങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ സിക്കിമിൽ നടന്ന സംഭവം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് അവിടെ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഹിമാലയൻ റീജിയൻസിൽ അതിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം എന്നാണ് ആർട്ടിക്കിൾ പറയുന്നത്. അപ്പം ജസ്റ്റ് ഇതിനോടനുബന്ധിച്ച് തന്നെ ഹിമാലയാസിലുള്ള ക്ലൈമറ്റ് ചേഞ്ചിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ന്യൂസിൽ കാണുന്നു. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഈസ് എ ടൂൾ to anticipate the likely environmental impacts that may arise out of the proposed developmental activities and suggest mitigation measures and strategies. EIA was introduced in 1978 with respect to river valley projects. Later, the EIA legislation was enhanced to include other developmental sections. EIA comes under the Notification on Environment and Impact Assessment of Development Projects 1994 under the provisions of Environmental Protection Act. EIA legal backing എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് 1986. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ് അതിന്റെ ലീഗൽ ബാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പരിസ്ഥിതിയാക്കാതെ പഠനം എന്നൊക്കെ മലയാളത്തിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു വലിയ എൻവയോൺമെന്റൽ പ്രൊജക്ട്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ മീൻസ് ഡെവലപ്മെന്റൽ പ്രൊജക്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിന് എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം എന്ന് പറയുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ഡെവലപ്മെന്റ് പ്രൊജക്ട്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ന്യൂസിൽ കാണുന്നതാണ് EIA, എൻവയോൺമെന്റൽ ക്ലിയറൻസ്. അപ്പോൾ അതിന്റെ പരിസ്ഥിതിയാക്കാതെ പഠനം നടത്തണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ന്യൂസിൽ കേൾക്കുന്നതാണ്. അതേ സാധനം തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഇതെന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, അത് എപ്പോഴാണ് വന്നത്, അതിന്റെ ലീഗൽ ബാക്കിംഗ് എങ്ങനെയാണ്, എൻവയോൺമെന്റൽ ക്ലിയറൻസ് എന്താണ് എന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. EIA is now mandatory, അത് നിർബന്ധമാണ് ഫോർ മോർ ദാൻ 30 കാറ്റഗറീസ് ഓഫ് പ്രോജക്ട്സ്. അത് അതിന്റെ ലെജിസ്ലേഷനിലെ ബെയർ ആക്ടിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നിർബന്ധമായിട്ടും വേണ്ടത്. ആൻഡ് ദീസ് പ്രോജക്ട്സ് ഗെറ്റ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഓൺലി ആഫ്റ്റർ ദ EIA റിക്വയർമെന്റ്സ് ആർ ഫുൾഫിൽഡ്. അപ്പം അതിന്റെ ബേസിക് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് അസസ്മെന്റ്, എൻവയോൺമെന്റൽ മാനേജ്മെന്റ്, പോസ്റ്റ് പ്രൊഡക്ഷൻ മോണിറ്ററിംഗ്, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് അസസ്മെന്റ്സ്. ഇത് ആ പ്രൊജക്ട് നടക്കുന്നതിന് മുമ്പ് പരിസ്ഥിതിയാക്കാതെ പഠനം നടത്തി എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നത് വാട്ട് എയിൽസ് ദ EIA, അതായത് ഇപ്പോൾ ബേസിക്കലി അതൊരു ബോക്സ് ടിക്കിംഗ് അപ്രോച്ച് പോലെ ആയി. ബോക്സ് ടിക്കിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതായത് ഫോർ ദ നെയിം സേക്ക്, അതായത് ചടങ്ങിന് വേണ്ടി ചെയ്യുന്നത് പോലെ ആയി. പലപ്പോഴും ഈ കമ്പനീസ് തന്നെയാണ് EIA എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഒക്കെ അവരുടെ ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ബേസിക്കലി ഒരു നെക്സസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ദർ ഇസ് നോ റെഗുലേറ്റർ അറ്റ് ദ നാഷണൽ ലെവൽ. ഇതിനു മുമ്പ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ കേസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലഫാജ് ഉമിഗാം മൈനിങ് വേഴ്സസ് മേഘാലയയിൽ ഉണ്ടായിരുന്നായിരുന്നു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ അകത്ത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ കുറച്ച് സ്ട്രിൻജന്റ് ആയിട്ടുള്ള മെഷേഴ്സ് വേണമെന്നൊക്കെ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോഴും അത്ര കണ്ട് കാര്യക്ഷമമായിട്ട് നടന്നിട്ടില്ല. അതിപ്പോഴും ഭയങ്കര എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഫോർ നെയിം സേക്ക് മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള ദുരന്തങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇനിയും ഉണ്ടാകും. അപ്പോൾ അത്
കണ്ട് ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ കുറച്ചുകൂടെ സ്ട്രിഞ്ചന്റ് ആക്കണം. അതുപോലെ തന്നെ ഹിമാലയാസിന്റെ കേസിൽ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം. അതൊക്കെയാണ് ആർട്ടിക്കിൾ പറയുന്നത്. നല്ലൊരു ആർട്ടിക്കിളാണ്, നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. അടുത്തത് ഒരു GI ടാഗ് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ് ജഡേരി നമക്കട്ടി. തമിഴ്നാട്ടിലുള്ള ഒരു ജഡേരി എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജിലുള്ള നാമക്കട്ടി, അതായത് ഈ ചോക്ക് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനൊരു GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടി. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് കണ്ടതാണ്. ദീസ് ആർ ക്ലേ സ്റ്റിക്സ് ദാറ്റ് ആർ വൈറ്റ് ഇൻ കളർ, യൂഷ്വലി അവൈലബിൾ in finger-like shape with a smooth texture. Jaderi is a small village in Tirunnamalai district of Tamil Nadu. ഇനിയും എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു അഡോൺ ദ ഫോർഹെഡ്സ് ഓഫ് ഐഡൽസ്, മെൻ ആൻഡ് ടെമ്പിൾ എലിഫൻസ്, as well as traditionally to treat stretch marks caused by child birth. അപ്പോൾ ഇത് ഈ സ്റ്റിക്സ് വെള്ളത്തിൽ മുക്കിയിട്ട് അത് കളർ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മുടെ ഫോർഹെഡ്, അതുപോലെ തന്നെ എലിഫൻസിന്റെ ഒക്കെ ടെമ്പിൾ റിച്വൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് GI ടാഗ് കിട്ടി, അതാണ് ന്യൂസിൽ വരാൻ കാരണം. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് എന്താണ് GI ടാഗ്, എങ്ങനെയാണ് GI ടാഗ് കിട്ടുന്നത് എന്നുള്ള ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. Key facts about geographical indication: it is a sign used on products that have a specific geographical origin and possess qualities or a reputation that are due to its origin. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള പലതിനും GI ടാഗ്, നിങ്ങൾക്കറിയാം മറയൂർ ശർക്കര, മറയൂർ ജാഗറി, അതുപോലെ ഗ്രന്ഥകശാല, ജീവകശാല, റൈസ് വെറൈറ്റീസ് ആണ്. അപ്പോൾ അങ്ങനെ പലതിനും ആറന്മുള കണ്ണാടി, അങ്ങനെ പലതിനും GI ടാഗ്സ് ഉള്ളതുകൊണ്ട്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഉള്ളതുകൊണ്ട്. അപ്പൊ അത് ആരാണ് കൊടുക്കുന്നത്, എത്ര നാളത്തേക്കാണ് അത് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾക്ക് GI ടാഗ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കാണും. ജസ്റ്റ് അത് എന്തൊക്കെയാണ് എന്നുള്ള സാധനങ്ങളൊന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. This is typically used for agriculture products, foodstuffs, wine and spirit drinks, handicrafts and industrial products. അപ്പോൾ ഇത് എന്തിനു വേണേലാകാം. ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന് നമ്മൾ മുമ്പേ പറഞ്ഞു, ഗ്രന്ഥകശാല, റൈസ്, ജീരകശാല, അതുപോലെ തന്നെ ഒരു ഹാൻഡിക്രാഫ്റ്റിനാകാം, ആറന്മുള കണ്ണാടി, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിനാകാം, അങ്ങനെ എന്തിനു വേണേലാകാം ഇത് GI ടാഗ്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999, ഇതാണ് ഇതിന്റെ ലീഗൽ ബേസിസ്. Seeks to provide for the registration and better protection of geographical indications relating to goods in India. അപ്പോൾ ആ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത്. The GI tag is valid for 10 years, following which it can be renewed. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ ഇങ്ങനെ വരുന്ന ഓരോ GI പ്രൊഡക്ട്സ് എന്താണ്, ജഡേരി നാമക്കട്ടി എന്താണ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് ക്ലേ സ്റ്റിക്സ് ആണ്, നമ്മുടെ ഫോർഹെഡ്, അതുപോലെ തന്നെ ആനയുടെ ടെമ്പിൾ റിച്വൽസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ജഡേരി എന്ന് പറയുന്നത് തിരുവണ്ണാമല ഡിസ്ട്രിക്റ്റിലുള്ള ഒരു വില്ലേജ് ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ആരാണ് GI ടാഗ് കൊടുക്കുന്നത്, എത്ര നാളത്തേക്കാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അടുത്തത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് കേസ് സ്റ്റഡി ഓഫ് ബംഗളൂരു. ഇത് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ വായിച്ചിരിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമുക്കറിയാം വേസ്റ്റ് ജനറേഷൻ സിറ്റീസിൽ, അർബൻ ഏരിയാസിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. നമുക്ക് ബംഗളൂരുവിന്റെ, ഇതിപ്പം വിത്ത് റെസ്പെക്ട് ബംഗളൂരു ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ബംഗളൂരിന്റെ കേസിൽ മാത്രമല്ല, നമുക്കാണെന്നുണ്ടെങ്കിൽ അറിയാം, ഇപ്പം തിരുവനന്തപുരത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും വിളപ്പിശാല, അതൊരു ഒരു സോഷ്യോളജിക്കൽ പ്രശ്നം കൂടെ ഉണ്ട്. ആൾക്കാരും പ്ലസ് എൻവയോൺമെന്റൽ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന്റെ പല പല ആസ്പെക്റ്റുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇൻ ജനറൽ ബംഗളൂരുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ജിസ്റ്റ് കൊടുത്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. The government of Karnataka is contemplating the relocation of waste processing facilities operational in Bengaluru to the outskirts of the city. Currently, the city generates approximately 5,000 tons per day, TPD, tons per day of waste, which is expected to rise to around 6,000 tons per day over the next 4 or 5 years. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം കൂടെ നമുക്ക് ഡംപ് ചെയ്യാൻ പറ്റില്ല. ഇത് റീസൈക്കിൾ ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യേണ്ട സോഴ്സിൽ തന്നെയാണ്. അതിനെയാണ് നിങ്ങൾ സോഴ്സ് സെഗ്രിഗേഷൻ എന്നൊക്കെ പറയുന്നത്. അത് ആളുകൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, സോഴ്സ് സെഗ്രിഗേഷൻ. അതായത് വേസ്റ്റ് തരം തിരിച്ച്, അപ്പം സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ തന്നെയാണ്. അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത വേസ്റ്റ് കളക്ട് ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ ഗവേണിംഗ് ബോഡീസിന്റെ ആണ്. സെഗ്രിഗേഷൻ നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്, അതിൻ്റെ അകത്തുനിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. അപ്പോൾ
എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ഈ വേസ്റ്റ് ഡംപിങ് ഇത് സാധാരണ എപ്പോഴും തന്നെ അത് ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റിയിലാണ്. സാധാരണ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം, ഒരു നമ്മുടെ കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബ്രഹ്മപുരം ഇൻസിഡന്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ വേസ്റ്റ് ജനറേഷൻ അതൊരു ഭയങ്കര ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് അർബനൈസേഷൻ ഒക്കെ കൂടുന്ന സമയത്ത്. അപ്പോൾ ഇത് ഇൻ ജനറൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ബംഗളൂരുവിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് കേസ് സ്റ്റഡി ആയിട്ട് ഇതുപോലെ വന്നിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കുക. The main cause of odor in waste processing facilities is the high moisture content in the material when it is being composted. To manage this, the waste processing plant should be equipped with a high capacity laying thermos. അതിന്റെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ്. Considering these plants will be located in rural areas, the government should engage the primary consumers of the compost, farmers in the process, and offer them free organic compost. അപ്പോൾ ഔട്ട്സ്കേർട്സിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ജനങ്ങൾക്കും ഇതൊരു ബുദ്ധിമുട്ടാകാതെ നിങ്ങൾ ഒരുപക്ഷെ വേസ്റ്റ് ടു എനർജി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിലാണെന്നുണ്ടെങ്കിലും ഉണ്ടായിരുന്നു വേസ്റ്റ് ടു എനർജി. അപ്പോൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ്, ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ്, ബയോഡിഗ്രേഡബിൾ അല്ലാത്തതെല്ലാം റീസൈക്കിൾ ചെയ്യുക. അതുപോലെ തന്നെ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഇപ്പോൾ എനർജിയിലോട്ടൊക്കെ ഇപ്പോൾ ബയോമാസ് പ്രൊഡക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ അർബൻ ഏരിയാസ് ഒരു കൺസേൺ ആണ്. അപ്പം അതിനെപ്പറ്റി ഉള്ള ഒരു ആർട്ടിക്കിളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. അടുത്തത് പാലിയേറ്റീവ് കെയർ ഇൻ ഇന്ത്യ. എഗെയിൻ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും എന്താണ് പാലിയേറ്റീവ് കെയർ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പാലിയേറ്റീവ് കെയർ എ വേ ടു റെഡ്യൂസ് ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ഫോർ പീപ്പിൾ വിത്ത് ലൈഫ് ലിമിറ്റിംഗ് ഡിസീസസ്. അപ്പം ജസ്റ്റ് എന്താണ് പാലിയേറ്റീവ് കെയർ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് അത്ര മാത്രമാണ് അതിന്റെ ഒരു ജിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ദി ഇമ്പോർട്ടൻസ് ഓഫ് പാലിയേറ്റീവ് കെയർ. Palliative care is a branch of medicine that looks at improving the quality of life of those having life-limiting illnesses like cancers, end-stage kidney diseases, brain disorders, complications of diabetes, and heart diseases, among others. It is different from other medical specialties as it focuses on alleviating uncontrolled symptoms of the incurable diseases mentioned above and preventing non-beneficial investigations and treatments. It takes into consideration not just physical dimension of health, but also actively looks at the social and economic realities of the patient and family. ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിരിക്കുന്ന ദി ഇമ്പോർട്ടൻസ് ഓഫ് പാലിയേറ്റീവ് കെയർ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത് തന്നെയാണ് അപ്പുറത്തെ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് പാലിയേറ്റീവ് കെയർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, പാലിയേറ്റീവ് കെയർ ജീറിയാട്രിക്സ്, പ്രായമായവരുടെ മാത്രമല്ല, ഇപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ക്യാൻസർ, അതുപോലെ തന്നെ അതായത് ട്രീറ്റ്മെന്റ്, അതായത് അതിന് ക്യൂറേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും പക്ഷെ അവർക്ക് നമുക്ക് അങ്ങനെയുള്ളവരെ നമുക്ക് ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഒരു ഹ്യൂമൻ ഇതിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ സിംറ്റംസ് ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്തി ആവശ്യമില്ലാത്ത, അതാണ് പ്രിവെന്റിങ് നോൺ ബെനിഫിഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ്, ആവശ്യമില്ലാത്ത ടെസ്റ്റുകളൊക്കെ ഒഴിവാക്കി, ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റുകളൊക്കെ ഒഴിവാക്കി അവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻഡ് സ്റ്റേജിലൊക്കെ വന്നിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് അവർക്ക് ആ ലൈഫ് എൻഡിങ് ടൈമിലേക്ക് പോകാനുള്ള ഒരു ഇത് കൊടുക്കുക. അതിനെയാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ദ റൈസിങ് കോസ്റ്റ് ഓഫ് ഹെൽത്ത്. ഇപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് ഇന്ത്യ ഇൻ ജനറൽ ചില വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹെൽത്ത് അഫോർഡബിൾ ആണ്, സോഷ്യൽ സെക്ടറിലാണ് ഹെൽത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ GDP കോൺട്രിബ്യൂഷൻ കുറയുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത് കൂടിക്കൂടി വരും. അപ്പോൾ അങ്ങനത്തെ ഉള്ള കേസിൽ പാലിയേറ്റീവ് കെയർ അതിന്റെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പാലിയേറ്റീവ് കെയർ എന്താണ് എന്നുള്ളത് എന്താണെന്നുണ്ടെങ്കിലും അറിഞ്ഞിരിക്കുക. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കുക. ഇനി സ്പീഷ്യസ് ഇൻ ന്യൂസ് ആയിട്ട് തിലാപ്പിയ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളവർ തന്നെയായിരിക്കും, ഒരുപക്ഷെ എല്ലാവരും തന്നെ കഴിച്ചിട്ടുള്ളതുമായിരിക്കും. ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ്, നമ്മുടെ ഇവിടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ്. ഈ കുളങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വളർത്തുന്ന ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ് തിലാപ്പിയ. അപ്പോൾ എന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യാസ് ഫസ്റ്റ് തിലാപ്പിയ പാവോ വൈറസ് റിപ്പോർട്ടഡ് ഇൻ തമിഴ്നാട്. അപ്പോൾ ഈ തിലാപ്പിയ മീനുകളെ ബാധിക്കുന്ന ഒരു പർട്ടിക്കുലർ വൈറസ് ഉണ്ട്. അതിൻ്റെ എന്താണ് പറയുന്നത്, മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര കൂടുതലാണ്, 30 to 50% ആൻഡ് 100% മോർട്ടാലിറ്റി ഇൻ ദ ലബോറട്ടറി. അപ്പോൾ ഭയങ്കര ഫാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 30 to 50% മോർട്ടാലിറ്റി റേറ്റ് വന്നു കഴിഞ്ഞാൽ ഫാമിലെ പകുതിയോളം
മീനുകളും ചത്തുപോകാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. അങ്ങനെ ആ ഒരു വൈറസ് തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ തിലാപ്പിയ മീനുകളെ ബാധിക്കുന്ന ഒരു വൈറസാണ്. അപ്പോൾ തിലാപ്പിയ കൺസിഡേർഡ് ആസ് പൂർ മാൻസ് ഫിഷ്, മൊസാംബിക് തിലാപ്പിയ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇന്ത്യൻ ഫ്രഷ് വാട്ടർ ബോഡീസ് in the 1950s. The occurrence of tilapia parvovirus affecting farm-bred tilapia, a freshwater fish species, causing a huge mortality rate, has been reported for the first time in India at ponds in Ranipet district of Tamil Nadu. അപ്പോൾ ഈ തിലാപ്പിയ മത്സ്യങ്ങളെ ബാധിക്കുന്ന ഒരു വൈറസ് തമിഴ്നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ദീസ് ആർ ഫ്രഷ് വാട്ടർ സ്പീഷീസ് നേറ്റീവ് ടു ആഫ്രിക്ക. ഇന്ത്യയിലെ ഇൻഡിജിനസ് ആയിട്ടുള്ളതല്ലായിരുന്നു, നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇറ്റ് ക്യാൻ ബി ഈസിലി റേസ്ഡ് ആൻഡ് ഹാർവെസ്റ്റഡ് ഫുഡ് ഫിഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഭയങ്കര കോമൺ ആയിട്ടുള്ളത്. ദർ കൊമേഴ്ഷ്യൽ അഡ്വാൻറ്റേജ് ഇൻക്ലൂഡ് റെസിസ്റ്റൻസ് ടു ഡിസീസ് ആൻഡ് എ ഡയറ്റ് ഓഫ് റെഡിലി അബുണ്ടന്റ് ആൽഗെ ആൻഡ് സൂപ്ലാങ്കൻ. Tilapia has emerged as one of the most productive and internationally traded food fish in the world. ഈ മേൽ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ the culture of tilapia has become commercially popular in many parts of the world, and the fishery experts have dubbed the tilapia as aquatic chicken. അപ്പോൾ തിലാപ്പിയ aquatic chicken എന്നൊക്കെയാണ് വിളിക്കുന്നത്, due to its quick growth and low maintenance cultivation. അപ്പോൾ ഇങ്ങനെ വളരെ സ്റ്റേപ്പിൾ ആയിട്ട് ഡയറ്റിന്റെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള ഒരു മത്സ്യത്തിനെ ബാധിക്കുന്ന ഒരു രോഗം അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, തമിഴ്നാട്ടിൽ. അപ്പോൾ അതാണ് ന്യൂസിൽ വരാൻ കാരണം. ഇനി ജസ്റ്റ് മൊസാംബിക് തിലാപ്പിയ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇന്ത്യൻ ഫ്രഷ് വാട്ടർ ബോഡീസ് ഇൻ ദ 1950s and it is called ജിലാബി in തമിഴ്. അപ്പോൾ ബേസിക്കലി അത് ഇൻഡിജിനസ് അല്ല, അത് നമുക്ക് ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരെണ്ണമാണ്. അപ്പോൾ വളരെ ഇതായിട്ട് ഫാം ചെയ്യുന്ന ഒരു ഫിസിക്കൾച്ചറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു വെറൈറ്റിയുമാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ വൈറസിന്റെ ഈ ഡിസീസസിന്റെ മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. ഇപ്പൊ തിലാപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീനാണ്. അപ്പൊ നമുക്ക് കേട്ടിരിക്കുന്നതുകൊണ്ട് അറിയാം. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പീഷീസ് ന്യൂസ് വരുന്നതായതുകൊണ്ടെങ്കിൽ ജസ്റ്റ് അത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് സിനായ് പെനിൻസുല. അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ വെസ്റ്റ് ബാങ്ക്, ഗാസ സ്ട്രിപ്പ്, ഗോലൻ ഹൈറ്റ്സ് ഇതെല്ലാം നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് സീനായ് പെനിൻസുല എന്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇപ്പം റെഡ് സീല് ഇതൊരു റഫ്ലി ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു പെനിൻസുലയാണ്. ഈജിപ്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈജിപ്തിന്റെ ഏഷ്യയിലുള്ള ഒരു പാർട്ടാണ്. ഇതിന്റെ സീനായ് പെനിൻസുലയുടെ ഒരു ഭാഗത്താണ് ഏഷ്യ, ആഫ്രിക്ക, അവിടെയാണ് സിയൂസ് കനാലൊക്കെ ഉള്ളത്. അപ്പം ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു കോൺഫ്ലിക്ട്സ് ഇൻ മിഡിൽ ഈസ്റ്റ്, അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ റെഡ് സീയുടെ അവിടുന്ന് ഇങ്ങനെ ഈ പർട്ടിക്കുലർ പോർഷനാണ് സിനായ് പെനിൻസുല എന്ന് പറയുന്നത്. അതിന്റെ ഒരു സൈഡില് ഗൾഫ് ഓഫ് സിയൂസ്, ഒരു സൈഡില് ഗൾഫ് ഓഫ് അക്കബ. ആ ഗൾഫ് ഓഫ് അക്കബയാണ് നമ്മൾ ഇസ്രായേലിലോട്ട്, ഇതാണ് ഇസ്രായേൽ ഇങ്ങോട്ട് പോകുന്നത്. ഗൾഫ് ഓഫ് സിയൂസ് വഴിയാണ് സിയൂസ് കനാല്. നമുക്കറിയാം സിയൂസ് കനാലിലെ ബ്ലോക്കേജ് ഒക്കെ ഉണ്ടായപ്പോഴത്തെ ഗ്ലോബൽ റാമിഫിക്കേഷൻസ്, അത് ട്രേഡിനെ എന്തുമാത്രം ബാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് ഭയങ്കര ഒരു ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സിനായ് പെനിൻസുല ഇതിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. 6 days വാറിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അവര് അത് ഓക്യുപ്പൈ ചെയ്തു. അതിനുശേഷം അത് ഈജിപ്തിന് തിരിച്ചു കൊടുത്തു, മീൻസ് അത് ഡീഓക്യുപ്പൈ ചെയ്തു. ഇപ്പോൾ അതൊരു ഈജിപ്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടാണ്, ഏഷ്യയിലുള്ളതാണ്. അപ്പോൾ ഒരു ഏഷ്യ ആഫ്രിക്ക ഒരു കണക്ഷൻ പോയിന്റ് ഒക്കെയാണ് സിനായ് പെനിൻസുല. അപ്പോൾ എവിടെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഗൾഫ് ഓഫ് സീസിന്റെ ഗൾഫ് ഓഫ് ഒക്കബയുടെ ഇടയ്ക്കാണ് അത് വരുന്നത്. ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഡെസേർട്ട് ഏരിയാസ് ആണ്. അപ്പോൾ ഈ സിനായ് പെനിൻസുലയോട് ചേർന്ന് തന്നെയാണ് ഗാസ സ്ട്രിപ്പ് ഒക്കെ ഉള്ളത്. അവിടുന്ന് ഗാസ സ്ട്രിപ്പിൽ നിന്നാണ് ഇപ്പോൾ പലസ്തീൻ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പലസ്തീന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. 2 ഭാഗങ്ങളായിട്ടാണ് മെയിനായിട്ട്, വെസ്റ്റ് ബാങ്ക്, ഗാസ സ്ട്രിപ്പ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം ജസ്റ്റ് സിനായ് പെനിൻസുല ഗൾഫ് ഓഫ് സ്യൂസിനും ഗൾഫ് ഓഫ് അക്കബയ്ക്കും ഇടയിലുള്ള ഒരു പോയിന്റ് ആണ്. ഈജിപ്തിന്റെ ടെറിട്ടോറിയൽ അതോറിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഇനി അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഗൾഫ് ഓഫ് സിയൂസ്, ഗൾഫ് ഓഫ് അക്കബ. നിങ്ങൾ ഒരു പക്ഷേ ആണെന്നുണ്ടെങ്കിൽ ഷാമൽ ഷെയ്ഖ്,
COP27 യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് 27 നടന്നത് ഷാർം എൽ ഷെയ്ഖിലായിരുന്നു. അത് നമ്മുടെ സീനായ് പെനിൻസുലയുടെ ഒരു സദേൺ ടിപ്പിലുള്ള ഒരു കോസ്റ്റൽ ടൂറിസ്റ്റ് കേന്ദ്രമാണത്. അപ്പം റെഡ് സിയോട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഷാർം എൽ ഷെയ്ഖ് ഒക്കെ ഈ സീനായ് പെനിൻസുലയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു സൈഡിൽ ഗൾഫ് ഓഫ് അക്കബ, മറ്റേ സൈഡിൽ ഗൾഫ് ഓഫ് സുയൂസ്. ആ ഗൾഫ് ഓഫ് സുയൂസിൽ നിന്നാണ് സുയൂസ് കനാലൊക്കെ പോകുന്നത്. ഇസ്രായേലുമായിട്ട് ബോർഡർ ചെയ്യുന്ന ഭാഗമാണ്. ഗോലൻ ഹൈറ്റ്സ് ഒക്കെയാണ്, ഗോലൻ ഹൈറ്റ്സ് അല്ല, നമ്മുടെ ഗാസ സ്ട്രിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ബോർഡർ ചെയ്ത് വരുന്നതാണ്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദ ഗൾഫ് ഓഫ് സുയൂസ് ആൻഡ് ദ സുയൂസ് കനാൽ ഓൺ ദ വെസ്റ്റ് ആൻഡ് ദ ഗൾഫ് ഓഫ് അക്കാബ ആൻഡ് ദ നെഗവ് ഡിസ്ട്രിക്ട് ഓഫ് ഇസ്രായേൽ ഓൺ ദ ഈസ്റ്റ്. ഇറ്റ് ഇസ് ഓൺലി പാർട്ട് ഓഫ് ഈജിപ്റ്റ് ടു ബി ലൊക്കേറ്റഡ് ഇൻ ഏഷ്യ ആൻഡ് ആക്ട്സ് എസ് എ ലാൻഡ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ജസ്റ്റ് അത് എവിടെയാണ്, എന്താണ്. പിന്നെ ഷാർം എൽ ഷെയ്ഖ് ഈയിടെ റീസെന്റ് ന്യൂസിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഈ സീനായ് പെനിൻസുലയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ വിത്ത് ദിസ് നമ്മുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.